എന്താണ് ശിവനും ഗജാസുരൻ തമ്മിൽ ഉണ്ടായ ഘോരയുദ്ധം? ഒരു കാലത്ത് ദേവന്മാരുടെയും ഭൂതങ്ങളുടെയും മേഖലയിൽ ഗജസൂര എന്ന ശക്തമായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ശരാശരി രാക്ഷസൻ ഗജസൂരൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു പ്രത്യേക വരം ലഭിച്ചിരുന്നു. അദ്ദേഹത്തെ അജയ്യമാക്കി ഒരു ആനയായി രൂപാന്തരപ്പെടാൻ കഴിഞ്ഞു. ഈ ശക്തിയോടെ ലോകമെമ്പാടും തകർന്നു വീണു, സ്വയം തോൽവിയറിയാതെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ ശിവൻ, നാശത്തിന്റെയും പരിവർത്തനത്തിന്റെയും ശക്തനായ ദൈവം, ഒരു പിശാച് തന്റെ പാതയിൽ എല്ലാം നശിപ്പിച്ചു. ഗജസൂരനുടെ നാശത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ശിവൻ തീരുമാനിച്ചു. ഒടുവിൽ രണ്ടുപേർ യുദ്ധത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ഗജസൂര കടുത്തതായിരുന്നു തന്റെ എല്ലാ ശക്തിയോടെ ശിവനെതിരെ ചുമതലയേൽക്കും. അദ്ദേഹം കണക്കുകൂട്ടേണ്ട ഒരു ശക്തിയായിരുന്നു. എന്നാൽ ശാന്തവും രചിച്ചതുമായ ശിവൻ നിലത്തു വീണു. ഗജസൂരയുടെ ശക്തി വളരെ വലുതാണ്, പക്ഷേ ശിവന്റെ ദിവ്യശക്തികൾ സമാനതകളില്ല. ഗജസൂര മനസ്സിലാക്കി. നിരാശാജനകമായ ഗജസൂരൻ പരിവർത്തനം ചെയ്യാനുള്ള കഴിവ്, ഭീമാകാരമായ ആനയായി മാറുന്നു, ശിവനെ കീഴടങ്ങും. എന്നാൽ ശിവൻ തന്റെ ഉപശാസ്ത്രജ്ഞനും സമാനതകളില്ലാത്ത ശക്തിയും ചേർത്ത് ഭയപ്പെട്ടില്ല. പോരാട്ടം തുടർന്നു. ഇരുവശവും ഒരു ഇതിഹാസ പോരാട്ടത്തിൽ പൂട്ടി. ഗജസൂരയുടെ ശക്തി ഉണ്ടായിരുന്നിട്ടും എല്ലാ വഴികളിലും ശിവൻ അദ്ദേഹത്തെ മറികടന്നു. യുദ്ധം അതിന്റെ അന്ത്യത്തിന് സമീപം ഗജസൂരൻ ഒരു വിനയകരമായ തിരിച്ചറിവിൽ വന്നു. അവന്റെ അഹങ്കാരവും അവനെ ഈ അവസ്ഥയിലേക്ക് നയിച്ചു. എന്നാൽ ഇപ്പോൾ ശിവനെ ഒരിക്കലും ബലമായി മറികടക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു അപ്രതീക്ഷിതമായി ഗജസൂരൻ അത് നശിപ്പിക്കാൻ ശ്രമിച്ച ദൈവത്തിൽ നിന്ന് കരുണ തേടി. അനുകമ്പയുള്ള ദൈവമായ ശിവ ഗജസൂരയെ കൊല്ലുന്നില്ല, പകരം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം നൽകി, അവനെ ജീവിക്കാൻ അനുവദിച്ചു, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉപയോഗിച്ച്. തന്റെ പാരമ്പര്യത്തെ മാനിക്കുന്ന എന്തെങ്കിലും ഉപേക്ഷിക്കാൻ ഗജസൂര എന്നേക്കും ഓർക്കാൻ അഭ്യർത്ഥിച്ചു. കഥയുടെ ചില പതിപ്പുകളിൽ ഗജസൂരയുടെ മൃതദേഹം ഒരു പുണ്യ കുന്നിനാലോ ക്ഷേത്രത്തിലോ മാറുന്നു, താഴ്മയിലേക്കുള്ള യാത്രയിൽ നിന്ന് ഒരു നിത്യമായ ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും ഏറ്റവും വലിയ ശത്രുക്കളെപ്പോലും കരുണ കാണിക്കാൻ കഴിയുന്ന ശിവയുടെ അവിശ്വസനീയമായ കൃപയും അനുകമ്പയും കാണിക്കുന്നതാണ് ഇത്.